വളരെ റിയലിസ്റ്റിക്കായിട്ട് ചെയ്യുകയും ഒരു കുട്ടിത്തം നഷ്ടപ്പെടാത്തൊരു നടനാണ് ദിലീപ്. അപ്പോൾ ദിലീപിനെ നായകനാക്കിയ ഒരു ക്യാരക്ടർ എനിക്ക് പെട്ടെന്ന് കിട്ടി. കാര്യം ഈ ജീവിതത്തിനെ പറ്റി ഒരു ഗൗരവം ഇല്ലാത്ത നടക്കുന്ന നമ്മുടെയൊക്കെ വീടുകളിലുള്ള ഒരു ക്യാരക്ടർ. അപ്പോൾ ആ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടൊരു കഥയിലേക്ക് പതുക്കെ കയറാൻ തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ അതിൻ്റെ തിരക്കഥയൊക്കെ നോട്ട് ചെയ്യാൻ തുടങ്ങി. എൻ്റെ അസിസ്റ്റൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് ശ്രീബാലയും ഉണ്ണി പട്ടാഴിനെയൊക്കെ വിളിച്ചെടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെ കഥയുടെ ഒരു രചന ആരംഭിച്ചു. അപ്പോൾ ആ വിനോദയാത്ര എന്നുള്ള സിനിമയിൽ പിന്നീട് വളരെ ക്ലിക്കായ ഒരു ഡയലോഗാണ്, 1 കിലോ അരിക്ക് എന്താ വില, ഒരു 100 ഗ്രാം വെളിച്ചയ്ക്ക് എന്താണ് വില, അപ്പോൾ ഒരു യൂണിറ്റ് കറണ്ടിന് നമ്മൾ എന്താണ് കൊടുക്കുന്നത്. ഇത് പലർക്കും അറിയാതെ കറണ്ടിന് ചാർജ് കൂടി എന്ന് നമ്മൾ പറയും. ഒരു യൂണിറ്റ് കറണ്ട് എത്രയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് ഇന്നും അറിയാത്ത ആളുകളാണ് കൂടുതൽ, നമ്മളടക്കം പല ആളുകളും. അപ്പോൾ അതൊക്കെ ഈ വിനോദം എന്നുള്ള ക്യാരക്ടറിലൂടെ നമുക്ക് ആവിഷ്കരിക്കാൻ സാധിച്ചു. അതാണ് ആ സിനിമ ഇത്തരം ആളുകൾക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം. ആ സിനിമയ്ക്ക് മികച്ച തിരക്കഥാകൃത്തിനുള്ള സ്റ്റേറ്റ് അവാർഡും എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. അതൊരു ഭാഗ്യമാണ്. ആ സിനിമയിലൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തമിഴ് ബാലനുണ്ട്, ഗണപതി എന്ന് പറഞ്ഞാൽ ഒരു പയ്യനാണ് അഭിനയിച്ചത്. അവൻ ആ പയ്യൻ കാണുന്ന ഒരു ഡ്രീമാണ് അതിൽ ഒരു റൊമാൻറ്റിക് സോങ്. കാര്യം ഒരു പാട്ട് എന്തായാലും ഇളയരാജയൊക്കെ ഉണ്ടാകുമ്പോൾ രസമുള്ള സോങ് ഉണ്ടാവണം. പിന്നെ ദിലീപിനെ പോലെ മീര ജാസ്മിനെ പോലുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടാകുമ്പോൾ രസകരമായൊരു പാട്ട് വേണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇവൻ്റെ ഒരു സങ്കല്പത്തിലാണ്, ഇവൻ മറ്റേ ഇന്നസെൻറ്റിനോട് നരേറ്റ് ചെയ്യുന്നൊരു സ്റ്റോറിയിലൂടെയാണ് മന്ദാരപ്പൂ എന്നുള്ള പാട്ട് കാണുന്നത്. ഈ ഗാനം ഞാൻ ആലപിച്ച് ശരിക്കും പറഞ്ഞാൽ കൺസോളിൽ നിന്നുകൊണ്ടാണ്. നമ്മൾ സാധാരണ റെക്കോർഡ് ചെയ്യുന്നത് വോയിസ് ബൂത്തിൽ കയറി നിന്നിട്ടാണ്. ഇത് കൺസോൾ റൂമിൽ തന്നെ, അത് സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ഉള്ള സ്ഥലത്ത് തന്നെ രാജസാറിൻ്റെ തൊട്ടടുത്ത് നിന്നുകൊണ്ടാണ് ഞാനും ശ്വേതയും ഈ ഗാനം ആലപിച്ചത്. സത്യൻ ചേട്ടനും എൻ്റെ പ്രൊഡ്യൂസറെല്ലാം അവിടെ അടുത്തടുത്തിരിക്കുന്നുണ്ടായിരുന്നു. ഹെഡ്ഫോൺ വെച്ചിട്ടാണ് ഈ ഗാനം റെക്കോർഡ് ചെയ്തത്. രാജസാറും ഹെഡ്ഫോൺ, ഞങ്ങൾ ഹെഡ്ഫോൺ വെച്ചിട്ട് കൺസോൾ റൂമിലിരുന്നു. കുരുന്നിനും കിളുന്നിനും മധുരം നീ, ഇണക്കിളി പറന്നു നീ വരണേ, നിനച്ചതും കൊതിച്ചതും പതിവായി എന്നിൽ നിറയ്ക്കണേ, വിളമ്പി നീ തരണേ, മാറിൽ ചേർന്നുറങ്ങും പനിനീരിൻ തെല്ല് നീ, ഉള്ളിൽ പെയ്തിറങ്ങും ഇളനീരിൻ തുള്ളി നീ, അലിഞ്ഞും നുണഞ്ഞും മനസ്സേ നീയോ തേടുന്നില്ലേ നേടാമേതോ സമ്മാനം. കഥ തുടരുന്നു എന്നുള്ള സിനിമ അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എൻ്റെ തന്നെ പടങ്ങളിലൊന്നാണ്. ഈ പറഞ്ഞ പോലെ പ്രണയത്തിന് വലിയൊരു സാധ്യതയില്ലാത്ത ഒരു സിനിമയാണ്. കാര്യം ഒരു കുട്ടിയെയും വെച്ചുകൊണ്ടുള്ള ഒരു യുവതിയായ അമ്മ നേരിടുന്ന ഇഷ്യൂസാണ് അതിലെ കഥ. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ അത്തരം ഒരു പെൺകുട്ടി നേരിടേണ്ടി വരുന്ന പ്രതിബന്ധങ്ങൾ എന്തൊക്കെയാണ്, പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, അത് സരസമായിട്ട് അവതരിപ്പിച്ചാണ് സിനിമ. പക്ഷേ അതിൽ ഒരു ചെറിയ പോർഷൻ, ഒരു ഫ്ലാഷ് ബാക്ക് അല്ലെങ്കിൽ പോലും അവൾ കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടം പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു സീനുകളിൽ കൂടിയാണെങ്കിൽ കുറേ കൂടുതൽ സീനുകൾ ചേർക്കേണ്ടി വരും. ഒരു പാട്ടിലാണെങ്കിൽ ഒരു വലിയ കാലം നമുക്കതിൽ ഒതുക്കാൻ സാധിക്കും. അപ്പോൾ ഇളയരാജയോട് ഞാൻ പറഞ്ഞത്, ഇവർ തമ്മിൽ പാടുന്നൊന്നുമില്ല, ഒരു റൊമാൻറ്റിക് സോങ്ങാണ് വേണ്ടത്. അത് ദൂരെ എവിടെ നിന്നോ കേൾക്കുന്നൊരു പാട്ട് മതി. നമുക്ക് ബോബിയിലൊക്കെ അങ്ങനെ ചില പാട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പ്രണയിക്കുന്നവരുടെ സീനാണ് നമ്മൾ കാണിക്കുന്നതെങ്കിലും അതൊരു ഓഫ് സ്ക്രീൻ സോങ് ആയാൽ മതി എന്ന് പറഞ്ഞു. സത്യത്തിൽ അതുകൊണ്ടാണ് ഹരിഹരനെ കൊണ്ട് ആ പാട്ട് പാടിപ്പിച്ചത്. കാരണം വെച്ചാൽ അത് ഒരു പശ്ചാത്തലമായ ഗാനമാണ്. അതായത് ആഷിഫ് അലിയുടെ ചുണ്ടുകൾക്ക് അനുസരിച്ച രീതിയിലാണോ ആ ശബ്ദം എന്നുള്ളത് എനിക്ക് ഇന്ന് പറഞ്ഞോളാം. അപ്പോൾ അതിനുവേണ്ടിയാണ് റെക്കോർഡ് ചെയ്തത്. പക്ഷേ റെക്കോർഡ് ചെയ്തിട്ട് ആ പാട്ട് കേട്ട് കഴിഞ്ഞിട്ടിപ്പോൾ എനിക്ക് തോന്നി ഇത് ലിപ്പ് കൊടുത്ത് പാടുന്നതിനാണ് നല്ലത്. കാര്യം
എങ്കിലേ ആ പാട്ടിനൊരു ജീവൻ വരുള്ളൂ എന്ന് തോന്നി. മൂന്നാറിൽ വെച്ചിട്ടാണ് ആ പാട്ട് ഷൂട്ട് ചെയ്തത്. പക്ഷേ ആ സിനിമയുടെ ഒരു വലിയ ഹൈലൈറ്റായിട്ട് മാറി ആരോ പാടുന്നു ദൂരെ എന്നുള്ള പാട്ട്. ആരോ പാടുന്നു ദൂരെ ആത്മാവിൽ നോവുള്ള പോലെ ഈരമുളം തണ്ടിൽ നിശ്വാസമോടെ പ്രാണന്റെ സംഗീതം ചേരുന്ന പോലെ ഓർമ്മ വന്നൊരുമ്മ തന്ന പോലെ ആരോ പാടുന്നു ദൂരെ. സത്യൻ സാറിൻ്റെ ആദ്യകാല ചിത്രങ്ങളിൽ അധികവും സംഗീതം ചെയ്തിരിക്കുന്നത് ജോൺസൺ മാഷാണ്. അതിനുശേഷം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ തൊട്ട് ഇളയരാജ സാറാണ് കൂടുതലും. അപ്പോൾ അവരുടെ ഒരു കോമ്പിനേഷനിൽ ഒത്തിരി സൂപ്പർ ഹിറ്റ് സോങ്ങുകൾ ഉണ്ടായിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് കഥ തുടരുന്നു എന്ന ചിത്രത്തിലെ ആരോ എന്നുള്ള പാട്ട്. ഹരിഹരൻ സാറും ചിത്രചേച്ചിയും ചേർന്നിട്ടാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. ഈ പാട്ട് തുടങ്ങുന്നത് തന്നെ സംഗതിയിലാണ്, ഒരു ഗസൽ മൂഡിലുള്ള ഒരു സംഗതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. കേൾക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ പാടി ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു പാട്ടാണ് ആരോ എന്നുള്ള പാട്ട്. ജീവിതം എന്നും എന്നും ഒരു പ്രേമ കടങ്കഥയല്ലേ ഉത്തരമൊന്നു തേടും മനമൊത്തിരി ഓടുകയില്ലേ പൂത്തുലഞ്ഞ വസന്തമായി വന്നു ചേരുകില്ലേ വേനലുള്ള ഗ്രീഷ്മങ്ങളായി പിന്നെ മാറുകില്ലേ ഹോയ് പുഞ്ചിരി ചൂടുകയില്ലേ അതിൽ അശ്രുഗണങ്ങളും ഇല്ലേ സുന്ദര സന്ധ്യകളില്ലേ അവ കൂരിരുളാവുകയില്ലേ സുഖസങ്കട സംഗമമുള്ളൊരു വാഹിനി നീ